നടി കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ്. കുറച്ചുകാലം മുമ്പാണ് കാവ്യ ജനിച്ചു വളർന്ന നീലേശ്വരത്തെ വീടിൻ്റെ അവസ്ഥ ചില ചിത്രങ്ങളിലൂടെ പുറത്തു വന്നത്. ഇപ്പോഴിതാ ആ വീട് ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. നേരത്തെ കാവ്യ ജനിച്ചു വളർന്ന ഈ വീട് ഇപ്പോൾ ജീർണാവസ്ഥയിൽ എന്ന ക്യാപ്ഷനോടെയാണ് ആ ചിത്രം നേരത്തെ പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ കാവ്യ മാധവൻ ഈ വീട് വിൽക്കുകയും അത് മറ്റൊരാൾ സ്വന്തമാക്കുകയും ചെയ്തു. എങ്കിലും വാങ്ങിയ ആ കക്ഷിയും വീട് നോക്കിയില്ല. പകരം അതൊരു ഗോഡൗണാക്കി മാറ്റുകയായിരുന്നു. ചാക്കിൽ കെട്ടിയ നിരവധി സാധനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ ആ വീടിനകത്തും പുറത്തുമെല്ലാം വാരി വലിച്ചിട്ടതോടെ ഒരു മാലിന്യ കൂമ്പാരം കണക്കെയാണ് ആ വീട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കമ്പനിയുടെ ഗോഡൗണായി ഇത് മാറ്റിയെന്നും ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് കാടുകയറി ആരും തിരിഞ്ഞു നോക്കാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ വീടുള്ളത്. സിനിമയിലേക്ക് സജീവമായതോടെയാണ് കാവ്യയും കുടുംബവും ഈ വീടുപേക്ഷിച്ച് കൊച്ചിയിലേക്ക് ചേക്കേറിയത്. എന്നാൽ പിന്നീട് ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിനാലും കാലപ്പഴക്കം കൊണ്ടും നശിച്ചു പോകുകയായിരുന്നു. ഈ വീടിന് സമീപത്തുള്ള വ്യക്തി ഇപ്പോൾ അയാളുടെ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്റ്റോർ റൂമായി സൂക്ഷിക്കുകയായിരുന്നു ഈ വീട്. തുടർന്നാണ് അയാൾ ഈ വീട് വിലയ്ക്ക് വാങ്ങിച്ചതും. ഇപ്പോൾ അത് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. ജനലുകളും ചുമരുകളുമെല്ലാം ഇടിഞ്ഞുപോയ അവസ്ഥയിലാണ്. 2 ബെഡ്റൂമുകളും അടുക്കളയും ഹാളും സിറ്റൗട്ടുമെല്ലാമുള്ള ഈ വീട് അന്നത്തെ വലിയ വീടുകളിൽ ഒന്നായിരുന്നു. അതേസമയം നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നുവെന്നാണ് ഒരാളുടെ കമൻറ്റ്. കാവ്യയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവർക്കെല്ലാം ഇഷ്ടമാകും ഈ വീഡിയോ. പലപ്പോഴും നീലേശ്വരം വഴി കടന്നുപോയപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ് കാവ്യ ജനിച്ചു വളർന്ന വീട് കാണണമെന്ന്. ഇപ്പോൾ അത് സാധിച്ചു. പക്ഷേ എനിക്ക് വീട് കണ്ടപ്പോൾ സങ്കടം വന്നു. സൂപ്പർ വീട്. ഒരു വീടില്ലാത്തവർ എത്രയോ പേരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ വീട് വെറുതെ നശിച്ചു പോവുകയാണ്. കഷ്ടമായി. എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ജനിച്ചു വളർന്ന വീടും നാടും മറക്കരുത്. കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്നൊക്കെയാണ് ആ വീഡിയോയ്ക്ക് താഴെ അന്ന് പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ. അതേസമയം ചെന്നൈയിൽ മകളുടെ പഠനവുമായി തിരക്കിലായ കാവ്യ വല്ലപ്പോഴുമാണ് കൊച്ചിയിലേക്ക് തന്നെ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തം നാടായ നീലേശ്വരത്തേക്കും വന്നു പോകുന്നത് വളരെ വിരളമാണ്. നാട്ടിലെ ചില ഉത്സവങ്ങൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും മറ്റും എത്തുന്നതൊഴിച്ചാൽ കാവ്യ നീലേശ്വരത്തേക്ക് വന്നിട്ട് തന്നെ ഇപ്പോൾ ഏറെ വർഷങ്ങളായി. ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി മാറുകയായിരുന്നു. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറി. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.